ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രെയിൻ ബൂസ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ മലയാളം ഓണപരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ്. പുതിയ രീതിയിലുള്ള ചോദ്യപേപ്പറാണ്. ആകെ 2 മണിക്കൂർ 15 മിനിറ്റാണ് പരീക്ഷാ സമയം. ആകെ സമയത്തിൻ്റെ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും കഴിയും. ആകെ 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതണം. പ്രവർത്തനങ്ങളുടെ ഉപപ്രവർത്തനങ്ങൾക്കും ഉത്തരം എഴുതിയിരിക്കണം. 4, 5 എന്നീ പ്രവർത്തനങ്ങൾക്ക് ചോയ്സ് നൽകിയിട്ടുണ്ട്. ചോയ്സുള്ള പ്രവർത്തനങ്ങളിൽ എ, ബി എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. ഉണ്ണിക്കുട്ടൻ കരിക്കട്ട എടുത്തു. മൺചുവരിൽ നേരത്തെ വരച്ച എലിയുടെയും പൂച്ചയുടെയും തത്തയുടെയും ഇടയിൽ മറ്റൊരു ചിത്രം കൂടി വരച്ചു. തൊപ്പി വെച്ച് നീണ്ട താടിയും കയ്യിൽ മാന്ത്രിക വടിയുമായി നിൽക്കുന്ന ഒരു മാന്ത്രികൻ്റെ ചിത്രം. നല്ലൊരു ചായ പെൻസിൽ വേണമെന്ന ആഗ്രഹം ഉണ്ണിക്കുട്ടനുണ്ട്. പക്ഷേ ഈ മോഹം അവൻ ആരോട് പറയും? തനിക്ക് ഭക്ഷണം തരാൻ തന്നെ പാടുപെടുന്ന മുത്തശ്ശിയോടോ? മോഹം ഉള്ളിലൊതുക്കി അവൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ ഒരു സ്വപ്നം അവനെ തേടിയെത്തി. അതാ, പുകച്ചുരുളുകളിൽ നിന്ന് ഒരു താടിക്കാരൻ പ്രത്യക്ഷപ്പെടുന്നു. ഉണ്ണിക്കുട്ടൻ നേരത്തെ വരച്ച അതേ മാന്ത്രികൻ. ചുമരിലെ ചിത്രം പതുക്കെ ഇളകി നേരത്തെ മൂടൽ മഞ്ഞ് പോലെ മാന്ത്രികൻ ചിത്രത്തിൽ നിന്നിറങ്ങി ഉണ്ണിക്കുട്ടൻ്റെ മുന്നിലെത്തി. ഒരു സ്വർണ്ണ പെൻസിൽ അവന് സമ്മാനിച്ച് അപ്രത്യക്ഷനായി. ഞെട്ടി ഉണർന്നപ്പോൾ മാന്ത്രികനെ കാണാനില്ല. അതാ, സ്വർണ്ണ പെൻസിൽ മുന്നിൽ. ഇത് സത്യമാണോ? ഉണ്ണിക്കുട്ടന് വിശ്വാസം വന്നില്ല. ചുമരിൽ അവൻ സ്വർണ്ണ പെൻസിൽ കൊണ്ടൊരു പൂച്ചയുടെ ചിത്രം വരച്ചു. തീരേണ്ട താമസം. പൂച്ച ചെവിയിളക്കി, വാലിളക്കി, മീശുമിനുക്കി ചുമരിൽ നിന്ന് മെല്ലെ ഇറങ്ങി വന്നു. മിയാവൂ എന്ന് കരഞ്ഞുകൊണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ കാലിൽ മുഖമുരസി പൂച്ച നടന്നുപോയി. അവൻ പിന്നെ കാക്കയുടെയും കുരങ്ങൻ്റെയും ചിത്രം വരച്ചു. ഇപ്പോൾ വായിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് നമുക്കിനി ഉത്തരം എഴുതേണ്ടത്. എ. ഉണ്ണിക്കുട്ടൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഓപ്ഷൻ എ, ഒരു സ്വർണ്ണ വടി വേണം. ഓപ്ഷൻ ബി, ഒരു മാന്ത്രിക വടി വേണം. ഓപ്ഷൻ സി, ഒരു നല്ല ചായ പെൻസിൽ വേണം. ഓപ്ഷൻ ഡി, ഒരു പുതിയ വീട് വേണം. ഉത്തരം സി, ഒരു നല്ല ചായ പെൻസിൽ വേണം. ബി പാർട്ട്. ചായ പെൻസിൽ വേണമെന്നുള്ള മോഹം ഉണ്ണിക്കുട്ടൻ ആരോടും പറയാത്തത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ, പെൻസിലുകൾ ഇഷ്ടമില്ലാത്തത് കൊണ്ട്. ബി, മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നത് കൊണ്ട്. സി, അവൻ്റെ കയ്യിൽ വളരെയധികം പെൻസിലുകൾ ഉള്ളതുകൊണ്ട്. ഡി, മാന്ത്രികനെ ഭയക്കുന്നത് കൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി, മുത്തശ്ശിയുടെ കഷ്ടപ്പാട് അറിയാവുന്നതുകൊണ്ട്. പാർട്ട് സി. സ്വപ്നത്തിൽ ഉണ്ണിക്കുട്ടന് സ്വർണ്ണ പെൻസിൽ നൽകിയതാര്? ഓപ്ഷൻ എ, മുത്തശ്ശി. ഓപ്ഷൻ ബി, കാക്ക. ഓപ്ഷൻ സി, പൂച്ച. ഓപ്ഷൻ ഡി, മാന്ത്രികൻ. ഉത്തരം ഓപ്ഷൻ ഡി, മാന്ത്രികൻ. പാർട്ട് ഡി. സ്വർണ്ണ പെൻസിൽ കൊണ്ട് വരച്ച പൂച്ച എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ, ചുമരിൽ തന്നെ നിന്നു. ഓപ്ഷൻ ബി, ഉണ്ണിക്കുട്ടൻ്റെ കാലിൽ മുഖമുരസി. ഓപ്ഷൻ സി, കരിക്കട്ട എടുത്തു. ഡി, മാന്ത്രികനെ വിളിച്ചു. ഉത്തരം ഓപ്ഷൻ ബി, ഉണ്ണിക്കുട്ടൻ്റെ കാലിൽ മുഖമുരസി. പാർട്ട് ഇ. ചിത്രത്തിൽ നിന്നും ഉണ്ണിക്കുട്ടൻ്റെ മുന്നിലേക്ക് എങ്ങനെയാണ് മാന്ത്രികൻ എത്തിയത്? ഓപ്ഷൻ എ, പുകച്ചുരുൾ പോലെ. ഓപ്ഷൻ ബി, പൂച്ചയെ പോലെ. ഓപ്ഷൻ സി, നേർത്ത മൂടൽ മഞ്ഞ് പോലെ. ഓപ്ഷൻ ഡി, കരിക്കട്ട പോലെ. ഉത്തരം ഓപ്ഷൻ സി, നേർത്ത മൂടൽ മഞ്ഞ് പോലെ. പ്രവർത്തനം 2. താളത്തിൽ പാടാം, വരികൾ കൂട്ടിച്ചേർക്കാം. മാനത്തിൽ ചന്ദ്രനുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, കണ്ണാൽ ഞാൻ കണ്ടതല്ലയോ. കുയിൽ കൂകുന്നുണ്ടെന്ന് ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലിയതല്ലല്ലോ, ഞാൻ ചെവിയാൽ കേട്ടതല്ലയോ. മുല്ലമൊട്ട് വിരിഞ്ഞെന്ന് ചൊന്നതാരൻ്റെ കൺമണി. ഇതേപോലെ 4 വരികൾ കൂടി കൂട്ടിച്ചേർത്ത് എഴുതാനാണ് ചോദ്യം. ഉത്തരം ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ, മൂക്കിൽ വാസനയെത്തവേ. വീശുന്നു കുളിർ കാറ്റെന്നു ചൊന്നതാരൻ്റെ കൺമണി, ആരും ചൊല്ലാതറിഞ്ഞു ഞാൻ, എൻ തൊലിമേൽ വന്നു തട്ടവേ. പ്രവർത്തനം 3. ഒരു കത്തെഴുതാനുള്ളതാണ്. മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിലേറി ചന്ദ്രനിലെത്തിയ കുട്ടിയെ ഓർക്കുന്നില്ലേ? മാനത്തെ ചന്ദ്രനെയും എടുത്ത് കുട്ടി താഴേക്ക് പോന്നു. ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിളും എടുത്ത് സവാരിക്കിറങ്ങി. സവാരിക്കിടയിൽ ഭൂമിയിൽ കണ്ട കാഴ്ചകളെക്കുറിച്ച് ചന്ദ്രൻ തൻ്റെ സുഹൃത്തായ മേഘത്തിന് കത്തെഴുതി. എന്തൊക്കെയാവും കത്തിലെ വിശേഷങ്ങൾ? ഒന്ന് എഴുതി നോക്കൂ. ഇപ്പോൾ കത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം. ആദ്യം സ്ഥലവും ഡേറ്റും വേണം. പിന്നീട് വിശേഷങ്ങളൊക്കെ എഴുതാം. ഉദാഹരണത്തിന് സ്ഥലം ആകാശം, ഡേറ്റ് 15/8/2025. പ്രിയപ്പെട്ട മേഘത്തിന്, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു കുട്ടിയുടെ കൂടെ ഭൂമിയിലേക്ക് പോന്നു. നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന ഭൂമിയിൽ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടു.
ഇവിടുത്തെ കാഴ്ചകളെല്ലാം തന്നെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഒരുപാട് കുന്നുകളും പുഴകളും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും പൂന്തോട്ടങ്ങളും പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ശലഭങ്ങളും ഒക്കെ ഞാൻ കണ്ടു. നമ്മുടെ അടുത്തുകൂടെ പറന്നു പോകുന്ന വിമാനങ്ങൾ പോലെ താഴെയും ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ നീയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. ഏതായാലും ഉടൻ തന്നെ ഞാൻ അവിടെ തിരിച്ചെത്തും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറയാം എന്ന് സ്വന്തം ചന്ദ്രൻ. നാലാമത്തെ പ്രവർത്തനം ഒരു ചോയ്സ് ടൈപ്പാണ്. എയും ഉണ്ട് ബി പാർട്ടുമുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം മാത്രം എഴുതിയാൽ മതിയായിരിക്കും. 4A ഡയറി. ആബിദയെയും പട്ടൂസിനെയും ഓർമ്മയില്ലേ? ചരട് പൊട്ടിപ്പോയ പട്ടൂസ് മാനത്ത് കരഞ്ഞു നടന്നതും അമ്പിളിമാമൻ മേടക്കാറ്റിനെ ഫോൺ വിളിച്ചു വരുത്തിയതും മേടക്കാറ്റിൻ്റെ തോളത്തേറി പട്ടൂസ് ആബിദയുടെ അടുത്തെത്തിയതും ഓർമ്മയില്ലേ? ഈ സംഭവങ്ങളെല്ലാം ആബിദ തൻ്റെ ഡയറിക്കുറിപ്പിൽ എഴുതി. അവൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാകും? എഴുതി നോക്കൂ. ഇവിടെ ഒരു ഡയറി നൽകിയിരിക്കുന്നു. ഇതുപോലെ കൂട്ടുകാരും ഒരു ഡയറി ചെയ്തു നോക്കൂ. കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.